ചേർത്തേട്ടാ ഞാൻ കണ്ടിട്ടുള്ളത് എടാ ഇങ്ങനൊന്നും പറയില്ല കേട്ടോ, ഞാൻ വ്ലോഗ് എടുക്കുവാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നെങ്ങടാ പോകുന്ന ചേർത്തേട്ടാ? ചേർത്തേട്ടാ നോക്ക്, ഇന്നെങ്ങടാ പോകുന്ന മോള്? കോളത്ത്. എന്തായി പറയുന്നേ? ശരത്തേട്ടൻ പറഞ്ഞ പോലെ കോളത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ലഞ്ച് ടൈം ആയതുകൊണ്ട് നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയാണ് കോളത്തോട്ട് പോകുന്നത്. സാഹചര്യങ്ങൾ എന്റെ ക്യാമറ ഞാൻ ഓണാക്കാൻ മറന്നു പോകട്ടോ. ആക്ച്വലി ലഞ്ച് ടൈം ഏകദേശം കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ 1 മണി കഴിഞ്ഞു. ഇനി അവിടെ എത്തുമ്പോഴേക്കും ഒരു 2 മണി ആവുമെന്നാണ് എനിക്ക് തോന്നണേ. കൊറേ വളിപ്പുണ്ടാവും കേട്ടോ. ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഉറക്കം അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇല്ല, ഒമാൻ ട്രിപ്പില് വേറെ വിറ്റതല്ല, ആസ്പെണ്ണ ഞാനും ബാക്കിലിരിക്കുന്നു. ഈ ഏസിയുടെ വേണ്ടി ഞാനാണെങ്കിൽ പോതപ്പേ അതല്ല സീൻ. പക്ഷേ ഇതൊക്കെ വ്ലോഗില് വരുമല്ലോ. അങ്ങനെ നമ്മൾ റെസ്റ്റോറന്റ് എത്തി. നമ്മൾ ചൂടത്തുനിന്ന് വന്നുകൊണ്ട് തണുത്ത എന്തെങ്കിലും ഡ്രിങ്ക് ഓർഡർ ചെയ്യുവാണ്. നിവിൻ ഓർഡറല്ല, പഠിപ്പിച്ചു കൊടുക്കുവാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഒക്കെ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുവാണ്. ഫസ്റ്റ് റൗണ്ട് ഒരു മെക്സിക്കൻ ടൈപ്പ് ഓഫ് നാരങ്ങകളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞ പോലെ ചെയ്ത ഡ്രിങ്കാണ്. ഇതിൽ കുറച്ച് ലൈം കൂടിപ്പോയി. അപ്പോൾ നിവിന് ശരത്തേട്ടനും വേണ്ടത് നിവിൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. We'll order something like a platter. Yeah, we have one platter like a Mangalorean style platter. Platter, one Karawali platter. Sorry, the other one? Karawali platter, one seafood platter. Which means Karawali means the mango style platter. Okay. Mixed with the chicken, mutton and fish. It comes with like a... അപ്പോൾ നമ്മുടെ രമ്യ ചേച്ചി ഓർഡർ ചെയ്ത വാട്ടർമെലൺ ജ്യൂസ് ഇപ്പോഴാണ് എത്തിയത്. ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ. ഇനി നമ്മളെല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ചെറിയ സീ ഫുഡ് പ്ലാറ്ററാണ്. അപ്പോൾ അത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ എങ്ങനെ ടൈം ചിലവാക്കുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ചിന്തിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഓരോ സ്റ്റാർട്ടേഴ്സ് വന്നുകൊടുക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ചിക്കൻ ടിക്കയാണ് വന്നത് വിത്ത് ചട്നി ആൻഡ് സാലഡ്. സ്റ്റാർട്ടേഴ്സിൽ മോസ്റ്റ്ലി നമ്മൾ ചിക്കൻ്റെ വെറൈറ്റീസാണ് കൂടുതൽ ഓർഡർ ചെയ്യാറ്. ഒന്നാമത്തെ കാരണം നമ്മുടെ രമ്യ ചിക്കൻ മാത്രമേ കഴിക്കുകയുള്ളൂ. രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഏകദേശം ചിക്കൻ മാത്രമാണ് മീറ്റിൽ കഴിക്കുന്നത്. പിന്നെ സീ ഫുഡ് കഴിക്കും, പക്ഷേ അത് ഫിഷ് എക്സെപ്റ്റ് ഫിഷ് ഒഴിച്ചിട്ട് ബാക്കി ഒട്ടുമിക്ക സീ ഫുഡും ഞാൻ കഴിക്കും കേട്ടോ. അതാണ് മെയിൻ തിങ്. പിന്നെ നിവിൻ്റെ കേസ് പറയുവാണെങ്കിൽ മെയിൻ ഡിഷ് എന്തായാലും അതർ മീറ്റ്സ് ആയിരിക്കും നിവിൻ ഓർഡർ ചെയ്യുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ടേഴ്സ് മോസ്റ്റ്ലി ഞങ്ങൾ ഒരുമിച്ചാണെങ്കിൽ ചിലപ്പോൾ പ്രോൺസും സീ ഫുഡ് സ്റ്റാർട്ടേഴ്സായിട്ട് നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ രമ്യ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രോപ്പർ ചിക്കൻ നമ്മൾ സെലക്ട് ചെയ്തത്. കാരണം അവിടെ സ്റ്റാർട്ടേഴ്സിൽ അത്ര അങ്ങോട്ട് എലാബറേറ്റ് ആയിട്ടുള്ള അധികം ചിക്കനിൽ പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നില്ല. ഇതാണ് കേട്ടോ ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്ത ആ ഒരു ചെറിയ പ്ലാറ്റർ. ഇവിടെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടും സ്പെഷ്യലായിട്ടും തോന്നിയത് ആകെ 2 പ്ലാറ്റേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്ന് സീ ഫുഡ് പ്ലാറ്റർ, അതായത് ഇത്, പിന്നെ സെയിം തിങ് തന്നെ പിന്നെ മിക്സഡ് മീറ്റ്സ് പ്ലാറ്ററും. മിക്സഡ് മീറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും കഴിക്കാൻ പറ്റില്ല. അതായത് ശരത്തേട്ടനും നിവിനും തന്നെ കഴിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് ഓർഡർ ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് കുറച്ച് സീ ഫുഡ് കഴിക്കാൻ പറ്റി. ഇതിൽ പെട്ടത് രമ്യയാണ്. രമ്യക്ക് എക്സ്ട്രാ ഒരു ചിക്കൻ റോസ്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സീ ഫുഡ് ക്രാബ് ലെറ്റ് us start മാഗി. ഇതിങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? അല്ല ഫിഷ് എങ്ങനെയുണ്ട് ശരത്തേട്ടാ? ഞാൻ കണ്ടിട്ടുള്ളത് ജ്യൂസിയാണ്. അതുകൊണ്ട് എടുത്തപ്പോൾ വാല് കഴിഞ്ഞിരുന്നു. അത് ശരത്തന്നെ എടുക്കാൻ ഇങ്ങനെ പിടിച്ചെടുക്കും. ബാക്കി എടുക്കാൻ പറ്റും, ട്രൈ ചെയ്യാം. മുള്ളുമ്പർ ഇവിടെ തന്നെ अभी के लिए तो सही है जैसे कि ഞണ്ട് എങ്ങനെയുണ്ട്? ഇതിപ്പോ ആക്ച്വലി വൈകിട്ട് സീക്വൻസ് ടേബിൾ വീട്ടിലിരിക്കാം. എങ്ങനെയുണ്ട് ഫുഡ്? അവളോട്
എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് ഫുഡ്? റിവ്യൂ പറയൂ. എങ്ങനെ എന്താ വേണ്ടേ? പ്രോൺസ് ആണോ? നിങ്ങൾക്ക് ഏത് ഫിഷാണ് ഇഷ്ടമായത്? എനിക്കിപ്പോ കഴിച്ച 1, 2, 3 ഫിഷ് ഉണ്ട്. നല്ല റൈറ്റ്. ഇതൊക്കെ ഇലയിലിരിക്കുന്നു. ഇതില് ബ്രെഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ അപ്പമായിരുന്നു കേട്ടോ. അപ്പം ഒരു രക്ഷ ഉണ്ടായില്ല. എനിക്ക് നീർദോശനേക്കാളും ഏറ്റവും ഫേവറേറ്റ് അപ്പമായിരുന്നു. കാരണം ഈ അപ്പം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അപ്പം ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സീ ഫുഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്ക്വിഡിന്റെ ഒരു ഫ്രൈ ഉണ്ടായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു. അതുപോലെ ക്രാബ് എനിക്ക് അത്ര മസാല എനിക്ക് ഇഷ്ടമായില്ല. അതുപോലെ പ്രോൺസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഗീ റോസ്റ്റ് ആയിരുന്നു, ഗീ റോസ്റ്റ് ടൈപ്പ് ആയിരുന്നു പ്രോൺസ് ഉണ്ടായിരുന്നത്. പിന്നെ കക്കയുടെ ഒരു പ്രിപ്പറേഷൻ കൂടെ ഉണ്ടായിരുന്നു. അത് എനിക്ക് കാര്യമായിട്ട് അത് എന്ത് ഡിഷാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നില്ല അത്. ആരുടെ അടുത്താണ് ഈ പറയണേ? ഞങ്ങള് 4 പേരുണ്ടായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഇത്ര ആണോ? ആണോ നിവിൻ? രസ്മലായി കഴിക്കാൻ ഡെസേർട്സ് ഒന്നും ഇല്ല. ഓർഡർ ചെയ്തു. പിന്നെ ആകെ ഗുലാബ് ജാമുൻ ഉണ്ടായുള്ളോ? കുഴപ്പമില്ല. ഏതാ ബന്ധം എന്തോ ഇപ്പൊ അവര് കൊണ്ടുവരാൻ ലേറ്റ് ആവും. അല്ല കൊണ്ടുവരാൻ ലേറ്റ് ആവുമല്ലോ. വേണ്ടെന്ന് പറഞ്ഞിട്ട് ക്യാൻസൽ ചെയ്തു. ഇല്ല ചെയ്യാൻ പറഞ്ഞ. ബൈ. അങ്ങനെ ഇവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി. രമ്യക്ക് ഏതാണ് ഇഷ്ടം? പി എഫ് ചങ്ക്സ് ആണോ? എന്താ കഴിക്കാൻ ഇഷ്ടം? മാംഗോ സ്റ്റിക്കി റൈസ് ആണോ അതോ വേറെ എന്തെങ്കിലും? വെള്ളം വേണ്ട, പാല് വേണ്ട. കോവളത്ത് അധികം ഡെസേർട്സിന്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഡെസേർട്ട് കഴിക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി ഇത് എങ്ങാടാണ് പോണേന്ന് പോലും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. നിവിലാണ് കൊണ്ടുവന്നേ. അയ്യോ. അങ്ങനെ ഒരു സ്ഥലത്ത് പോയായിരുന്നു. അവിടെ അത്രയും ഡെസേർട്സിന്റെ ഓപ്ഷൻ ഉണ്ടായില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാൻഡ് ഡെസേർട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് രമ്യ ഞാൻ എത്തിച്ചിരിക്കുന്നു സ്ഥലത്തോട്ട്. ഞങ്ങൾ വേഗം പൊക്കോ. ഹൈഫൈ 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 ഹൈഫൈ. എനിക്കറിയാം. ബ്ലൂബെറി, ലോട്ടസ്, പിന്നെ ബേൺ കേക്ക്, സാഫ്രോൺ മിൽക്ക് കേക്ക് ഉണ്ട്, റോസ് മിൽക്ക് കേക്ക് ഉണ്ട്. ഒരു സാഫ്രോൺ മിൽക്ക് കേക്ക്, ഒരു മാംഗോ സ്റ്റിക്കി റൈസ്. ഞങ്ങൾക്ക് അത്ര മതി. ഹലോ ഹലോ മാഡം, ഹലോ മാഡം, ഹലോ മാഡം. എന്നിട്ടോ ഇഷ്ടമായോ? ഇത് ശരത്തേണ്ണും ഇല്ല ഞാനും ഇല്ല. അയ്യോ. ആരാണ് ഈ ജ്യൂസ് കട്ടുപിടിക്കുന്നത്? മാംഗോ സ്റ്റിക്കി റൈസ്. ഇനി ആന്റി അമ്മായി ആരും നിന്നെ മൈൻഡ് ചെയ്യില്ലടി. അവർക്ക് എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ വന്നു. ബൈ ബൈ ബൈ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. മാംഗോ സ്റ്റിക്കി റൈസും ഒരു നട്ട് ഷേക്കും, നട്ട് ഷേക്ക് അല്ല നട്ട് ഫലൂദ, പിന്നെ എന്തുവാണ് ഒരു സാഫ്രോൺ മിൽക്ക് കേക്ക്. ഇതിൽ ഞങ്ങൾക്ക് ഏറ്റവും നമ്മൾ ക്രേവ് ചെയ്ത് വന്നത് മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നു കേട്ടോ. അതായിരുന്നു ഏറ്റവും ഫ്ലോപ്പായത്. ഒരു ഐഡിയ ഇല്ലാണ്ട് ഓർഡർ ചെയ്താണ് കേട്ടോ നട്ട് ഫലൂഡ. അതായിരുന്നു ഇതിൽ ഏറ്റവും സൂപ്പർ ഹിറ്റും. എങ്ങനെയുണ്ട്? ഇല്ല, സ്റ്റിക്കി റൈസ് ഇങ്ങനെയാണ്, അധികം വേവില്ല. അപ്പോൾ അങ്ങനെ ഇവിടത്തെ പരിപാടിയും കഴിഞ്ഞ് നമ്മളിനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. എന്താണ്
ചേട്ടന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ഇങ്ങനെ ആവാൻ. അപ്പോൾ ഇന്നത്തെ ലഞ്ചും നമ്മുടെ രമ്യ ചേച്ചിയുടെ ബർത്ത്ഡേൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഡേ എൻഡ് ചെയ്തത്. ഇതൊക്കെ പോകില്ല വരുമല്ലോ അല്ലേ രമ ചേച്ചി? എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും കേക്ക് എങ്ങനെയുണ്ട്? നല്ല ക്രീം. നിനക്ക് റെഡ് വെൽവെറ്റ് അല്ലേ ഇഷ്ടം? കേക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.